സാമ്പത്തിക ചെലവ് എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ചെലവുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കമ്പനിയായി മാത്രപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അത് പറയേണ്ട കാര്യമില്ല. കാരണം റിപ്പോർട്ടർ ടി വിയിൽ വരുമോ ഇല്ലയോ എന്നുള്ളതിന് വരെയായിരുന്നു അതൊരു തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതിൻ്റെ ആവശ്യമില്ല. നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് അറിയാം. നിങ്ങൾ ആദ്യം അയച്ച പൈസയെക്കുറിച്ച് അറിയാം. ഇനി അടുത്തൊരു ലെവലിലേക്കും കൂടെ പോയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളുടെയൊക്കെ ഒരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അത് തീരുമാനിച്ചിട്ടില്ല. അതിപ്പോൾ മിനിസ്റ്ററും ഗവൺമെൻറ്റും കൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ് ആലോചിക്കുക എന്ന് പറയുന്നത് സാമ്പത്തികം എത്രയാണോ മുടക്ക് വരുന്നത് ആ പൈസ തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്തായാലും. പക്ഷേ ഞാൻ പറയുന്നത് എല്ലാവർക്കും കളി കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുള്ളൂ. കാരണം എത്ര കളി കാണാൻ പറ്റുമെന്ന് നമുക്കറിയാമല്ലോ. ഒരു ബേസ് എന്ന് പറയുന്നത് ഏകദേശം എത്രയുണ്ടാവും? പിന്നെ 50,000 ടിക്കറ്റ് സീറ്റ് നമുക്ക് മാക്സിമം പോയി 50-55,000 ടിക്കറ്റൊക്കെ കൂടുതലൊന്നും സീറ്റ് ഉണ്ടാവില്ല നമ്മുടെ ഒരു സ്റ്റേഡിയത്തിനകത്തും. 2 സ്റ്റേഡിയമുള്ളൂ, നമുക്ക് കൊച്ചിയും തിരുവനന്തപുരം ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരം വെച്ചാൽ 55,000 ടിക്കറ്റേ ഉള്ളൂ. ആരാധകർ എത്ര ഉണ്ടാവും നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് കൊള്ളുന്ന ആരാധകരെ നമുക്ക് മാക്സിമം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു പിടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നോക്കാം എത്രയാണെന്നുള്ളത്. പക്ഷേ ആരാധകർക്ക് ഒരു കാരണവശാലും അവരെ കാണാത്തൊരു വിഷമം ഉണ്ടാവില്ല. കാരണം വലിയ രീതിയിലുള്ള ഒരു ആരാധന കാണിക്കാനും അവരുടെ ഒരു റിയാക്ഷൻ എടുക്കാനുള്ള ഒരു സംവിധാനം റിപ്പോർട്ടർ ടി വി ഒരുക്കുക. എന്തായാലും ഗവൺമെൻറ് ഒരുക്കാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, നേരത്തെ പറഞ്ഞിരുന്നു വെച്ച് നോക്കുമ്പോൾ ഒരു യാത്ര പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവർക്കും കാണാനായിട്ട് കോഴിക്കോടും മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകൾക്കായിരുന്നു. ഇത്തവണ തിരുവനന്തപുരത്ത് മാത്രമായിരിക്കുമോ ടീം ഉണ്ടാവും? അങ്ങനെയില്ല, നമുക്ക് സമയമുണ്ട്. അവിടെ സമയമുണ്ട്. ഞാൻ മിനിസ്റ്ററൊക്കെ പറഞ്ഞതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാനുള്ള സമയം വരെ ഉണ്ട്. സത്യം പറഞ്ഞാൽ രണ്ട് മാച്ചായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അത് ഒരു മാച്ചായി ചുരുങ്ങി. പക്ഷേ ചിലപ്പം 2-3 മാച്ചും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. ചില ടീമുകൾ ഇങ്ങോട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ കളിക്കണം എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അർജൻറ്റീനയെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം. അത് കഴിഞ്ഞാൽ മറ്റുള്ള ടീമുകൾ എടുക്കൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അർജൻറ്റീനയെ ഫിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1-2 ടീമും കൂടെ ആയിട്ട് ചിലപ്പോൾ നമ്മളൊരു 2 മാച്ചും കൂടെ അഡീഷണൽ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതൊരു വലിയൊരു മിനി ലോകകപ്പ് പോലെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. സർക്കാരിനോട് സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയൊക്കെ ആലോചിച്ചിട്ട് മിനിസ്റ്ററും കൂടെ ആലോചിച്ചിട്ട് ഡിസിഷൻ എടുക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചൊരു ഡിസിഷൻ വരുമായിരിക്കും. നമുക്ക് റിപ്പോർട്ടർ ടി വി അതിനുള്ള എല്ലാ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് റിപ്പോർട്ടർ ടി വിൻ്റെ ഒരു ഇവൻ്റായിട്ട് ഒരു കാരണവശാലും കാണരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കേരളത്തിലെ മാധ്യമങ്ങളാണ് നമുക്ക് ഞാൻ ഒരിക്കലും ഒരു മാധ്യമങ്ങളെ കുറ്റം പറയുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് എപ്പോഴും വേണ്ടതെന്ന് പറയുന്നത് പോസിറ്റീവ് വാർത്തയും കൊണ്ട് നമ്മൾ വലിയ പോസിറ്റീവ് വാർത്ത എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോഴും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചൂണ്ടിക്കാടായിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രശ്നമുള്ള ആൾക്കാർ ചൂണ്ടിക്കാടുന്നു എന്നുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞു. കാരണം അത് പോസിറ്റീവായി കഴിഞ്ഞാൽ അതിനോടുകൂടി അത് അവസാനിച്ചു എന്നുള്ളതാണ്. ഇതൊരു ഏഷ്യനെറ്റിൻ്റെയോ 24-ൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിലെ മനോരമൻ്റെയോ മാതൃഭൂമിൻ്റെ പരിപാടിയല്ല. ഇത് കേരളത്തിൻ്റെ പരിപാടിയാണ്. അത് ഒരു സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വരുന്നു എന്നുള്ള അതിനെ കണ്ടാൽ മതി. അതിനേക്കാൾ അപ്പുറം അതിനെ കാണേണ്ട കാര്യമില്ല. അതിൽ നിന്നൊരു വലിയ ക്രെഡിറ്റ് എടുത്ത് റിപ്പോർട്ടർ ടി വിനെ കുറച്ചും കൂടെ വലുതാക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങും ഇല്ല. മനസ്സിലായി? ഇതിനൊരു സ്പോർട്സ് ഇവൻ്റായിട്ടാണ് ഞങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. സ്പോർട്സ് ഇവൻ്റായിട്ട് തന്നെയാണ് കാണേണ്ടത്. കേരളത്തിലെ സ്പോർട്സിൻ്റെ ആൾക്കാർക്കും ജനങ്ങൾക്കും ഇതൊരു വലിയ ഉത്തേജകം മാറണം. ഭാവിയിൽ ഇത് മെസ്സിനെ കാണിച്ചിട്ടാണല്ലോ നമ്മൾ വിദ്യാർത്ഥികളെ നമുക്കിത് ഓരോരുത്തരുടെ എന്താ പറയുക അവരൊരു കരിയർ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ ചെറുപ്പത്തിൽ പോലീസാകണം എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരനെ കണ്ടിട്ടാണ് ചെറിയ കുട്ടി ഞാൻ പോലീസാകുക എന്ന് പറയുക. അതുപോലെ ആയിരിക്കണം നമുക്ക് മെസ്സിനെ കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഇങ്ങനെ ഒരു ടീം ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കളിക്കുന്നുണ്ട്, ഇങ്ങനെ വന്ന് കളിച്ചു, ഇത് വലിയ മാറ്റം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നുണ്ട്, ഇത്രയധികം ആരാധകർ ഒരു മനുഷ്യൻ്റെ പുറകെ പോകുന്നുണ്ട് എന്ന് കാണിക്കാനുള്ളൊരു ഉത്തേജനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഭാവിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോളേജുകളും സ്കൂളുകളും ഒക്കെ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് വരണം. രാഷ്ട്രീയ പാർട്ടികളത് മുന്നോട്ട് വരണം. എന്താ പറയുക, വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വരണം. യുവജന സംഘടനകളൊക്കെ ഇതിന് മുന്നോട്ട് വരണം. കോളേജുകളും സ്കൂളുകളെല്ലാം മുന്നോട്ട് വരണം എന്നുള്ളതാണ്. വലിയ ഇവൻ്റാക്കി ഇതിനെ മാറ്റണം. കേരളത്തിൽ ഏറ്റവും കണ്ടൊരു മാമാങ്കമാക്കി കേരളത്തെ ഇത് മാറ്റി. അതായത് നമുക്ക് എപ്പോഴും നടന്നോണമെന്നില്ല. ഇതുപോലെയുള്ള പ്രോഗ്രാംസ് നമുക്ക് എപ്പോഴും കിട്ടിക്കോണമെന്നില്ല. ഇതുപോലത്തെ ടീമിനെ നമുക്ക് കിട്ടിക്കോണമെന്നില്ല. ഇതിൻ്റെ അടുത്ത എഫേർട്ടിനെ കുറിച്ച് നമുക്കറിയാം. മിനിസ്റ്റർക്ക് നമുക്കൊക്കെ അറിയാം ഇതിൻ്റെ ഒരു എഫേർട്ട് എത്രയാണെന്നുള്ളത്. അത്ര ഒരു എഫേർട്ട് എടുത്തിട്ട് എത്ര കമ്പനികൾ മുന്നോട്ട് വരും എന്നുള്ളതാണ്. പക്ഷേ ആ കമ്പനികൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ഇത് വലിയ വിജയമാക്കി മാറ്റിയാൽ നമുക്കത് ഗുണമാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് റിപ്പോർട്ടർ ടി വിൻ്റെ പ്രോഗ്രാമായി കണ്ട് അയ്യോ അത് റിപ്പോർട്ടർ ടി വി എന്നൊരു പ്രോഗ്രാമല്ലേ എന്ന് വിചാരിക്കേണ്ട. മാധ്യമങ്ങൾക്ക് എന്ത് സാഹചര്യമാണോ ചെയ്തു തരേണ്ടത് അതാത് സാഹചര്യങ്ങൾ അതാത് സ്ഥലത്ത് ചെയ്തു തരാനുള്ള സംവിധാനം ഉണ്ടാക്കും. നിങ്ങളെപ്പോലെ നിന്ന് റിപ്പോർട്ടർ ടി വി അതിനെ വീക്ഷിക്കുകയുള്ളൂ. അല്ലാതെ അത് വലിയ രീതിയിൽ അതിൽ നിന്നൊരു മുതലെടുപ്പാൻ ഇന്നും റിപ്പോർട്ടർ ടി വിക്കില്ല. ഇത് സർക്കാർ കൊണ്ടുവരുന്ന ആണ്. അതിൻ്റെ റിപ്പോർട്ടർ ടി വി ഒരു സ്പോൺസറാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറം കാണാനില്ല. ഇതൊരു വിജയമാക്കുക എന്നുള്ളതാണ്. ഒരു സ്പോൺസറെ സംബന്ധിച്ചിടത്തോളം മുടക്കിയ മുതൽ തിരിച്ചെടുക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിന് മാക്സിമം ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും.
അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്യും. അതിൻ്റെ അപ്പുറത്തേക്ക് വേണ്ട കാര്യങ്ങൾ അതും ചെയ്യും എന്നുള്ളതാണ്. ഇത് കേരളത്തിലും ഇന്ത്യയിലുമുള്ള മെസ്സി ആരാധകരെ, അർജൻറ്റീന ആരാധകരെ, അവർക്ക് കിട്ടുന്ന ആരാധക വൃന്ദത്തെ മുഴുവൻ ഒരു കുടക്കീഴിൽ കേരളത്തിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളൂ. അതിൽ വലിയ വിജയമാക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സിറ്റുവേഷൻ.